ചരിത്രത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ കയ്യെഴുത്ത് ബൈബിളിന് ഇന്ന് തൃശൂർ ചരിത്രമാവുകയാണ്. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവ് ബസിലിക്കയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി 2025 പേർ എഴുതി തയ്യാറാക്കിയ 100 കിലോമീറ്ററോളം നീളം വരുന്ന ബൈബിളാണ് ഇന്ന് ലോകത്തിന് സമർപ്പിക്കുന്നത്. സമൂഹത്തിലെ ആവശ്യമുള്ള ഒരു ജാതി മതഭേദമന്യേ കൃഷിക്കാർക്ക് വീട് പണിത് കൊടുക്കുക, അതുപോലെ ശ്രവണത്തിന് സഹായിക്കുന്ന ഉപകരണങ്ങൾ കൊടുക്കുക. അപ്രകാരം വചനം മാംസമായി, അപ്പോൾ ഈ മാംസമായ വചനത്തിൻ്റെ ശുശ്രൂഷ വിവിധ രീതികളിൽ ചെയ്യുവാനായിട്ട് ഈ ഇവിടുത്തെ വിശ്വാസികൾ കൈകോർക്കുന്നത് വളരെയേറെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. എല്ലാവർക്കും ആ ചൈതന്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുവാനും വചനമായ ദൈവത്തെ മറ്റു മനുഷ്യരിൽ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ തീവ്രത കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ 2025 വർഷത്തിൽ ആ ജൂബിലിയുടെ സമാപനത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ 2025 പേരെ കൊണ്ട് 100 കിലോമീറ്റർ നീളമുള്ള ബൈബിള് എന്നുള്ള രീതിയിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 100 എന്ന് പറയുന്നത് നമ്മൾ ഈ ബസിലിക്ക ഇടവകയുടെ ഈ ദേവാലയത്തിൻ്റെ 100ാമത്തെ വർഷത്തിൻ്റെ സമാപന ദിവസം കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ കാര്യം നമ്മൾ ചെയ്യുന്നത്. ഇതിനി ഭാവിയിൽ നമ്മൾ നമ്മുടെ ബൈബിൾ ടവറിൻ്റെ മുകളിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കയ്യെഴുത്ത് എന്നുള്ള രീതിയിൽ നമ്മളിത് മുകളിൽ പ്രദർശിപ്പിക്കുന്നതായി. 70ഓളം പള്ളികളിൽ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് അതിൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 13 മുതൽ 18 സെൻറ്റൻസ് വരെയാണ് ഒരാൾ, 13 മുതൽ 18 സെൻറ്റൻസ് വരെ ആണ് ഒരാൾ എഴുതിയത്. അത് പിന്നീട് KCYM-ൻ്റെ സുഹൃത്തുക്കൾ ജോയിൻ ചെയ്തിട്ടാണ് ഇങ്ങനെ 12 റീലിലേക്കാക്കി മാറ്റിയിട്ട് നമ്മൾ ഈ ബൈബിള് അവതരിപ്പിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് നമ്മളൊരു 1 ഇയർ ബാക്ക് പ്ലാൻ ചെയ്തിരുന്നു. ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു 3 മന്ത് മുമ്പായിരുന്നു. അതായത് തൃശ്ശൂർ അതിരൂപതയിലെ തന്നെ എല്ലാ ഇടവകയിലെയും ഓൾമോസ്റ്റ് ഇടവകകളിലെ തന്നെ യുവജനങ്ങളും അതുപോലെ തന്നെ വികാരിമാരുടെ അവരുടെ ഒരു നേതൃത്വത്തിലായിരുന്നു നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തത്. ഒരു 2 മാസം കൊണ്ട് തന്നെ അവർ ഇത് കറക്റ്റായിട്ട് എഴുതി നമ്മളൊരു 15 സെൻറ്റൻസ് വീതം ഓരോ യുവജനങ്ങൾക്കും കൊടുക്കുമായിരുന്നു. അതായത് ഓരോ അധ്യായത്തിലെയും 15 സെൻറ്റൻസ് വീതം നമ്മൾ തിരിച്ച് അതിനുശേഷം അത് ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്തു. അവരത് അതിനൊരു പേപ്പർ പാക്ക് കൊടുക്കുമായിരുന്നു. അത് കൊടുത്തത് അവരത് എഴുതിയതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ അത് തിരിച്ചു വാങ്ങി ദെൻ ഇതെല്ലാം ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്ന റീലിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരുപാട് പള്ളികളിലേക്ക് 2025 പേരെ നമ്മൾ കണ്ടെത്തണം. ആ പള്ളികളിലേക്ക് നമ്മൾ എത്തിക്കാൻ, അതുപോലെ തന്നെ അവരെ കൊണ്ട് എഴുതിച്ചത് തിരിച്ചു മേടിക്കൽ, അത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ 2 മാസത്തിനുള്ളിൽ ഈ കഴിയാത്തതാണെങ്കിലും നമ്മൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ച് തിരിച്ചു മേടിക്കും. അതുപോലെ ഇത് ജോയിൻ ചെയ്യുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഒരു പള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് എഴുതാത്തതൊക്കെ ആയിട്ട് അതിലുണ്ടാവും, അതായത് ചേർത്തി വയ്ക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് ഈ റീലിലേക്ക് എത്തിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജോയിൻ ചെയ്തതിനെ തിരിച്ച് റീലിലേക്ക് കയറ്റലും ഒരു വലിയൊരു ഉദ്യമമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ രാത്രികൾ പകലുകളാക്കിക്കൊണ്ടായിരുന്നു നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും 100 കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ബൈബിൾ എഴുതി തീർത്തത്. ഞങ്ങളുടെ റെക്കോർഡുകളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു റെക്കോർഡാണ് ബൈബിൾ കോട്ടൺ ക്ലോത്ത് മെറ്റീരിയലിൽ എഴുതുക എന്നുള്ളത്. അതാണ് ആ വലിയൊരു റെക്കോർഡാണ് ഇന്നിവിടെ പൂർത്തിയാകുന്നത്. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാ ബസിലിക്ക അങ്കണത്തിൽ നടന്ന ബൈബിൾ പ്രകാശനോടൊപ്പം ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡും സ്വന്തമാക്കി. തൃശൂർ KCYM അതിരൂപതയും ഈ തീർത്ഥാടന കേന്ദ്രം ഒരുക്കിയ ഈ വിശ്വാസ സാക്ഷ്യം ലോക ചരിത്രത്തിൽ തന്നെ ഇടം നേടിയിരിക്കുകയാണ്. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാ ബസിലിക്കയിൽ നിന്നും ക്യാമറമാൻ സിയോണൊപ്പം മരിയ ജോയ്, ഷെക്കൈന ന്യൂസ്.